ഹായ് പ്രിയപ്പെട്ടവരെ, വായനയുടെ ലോകത്ത് ഞാൻ എത്തിപ്പെടുമ്പോൾ, കാസർഗോഡ് മഹാത്മാഗാന്ധി ലൈബ്രറിയുടെ അകത്ത് ചെല്ലുമ്പോൾ എന്നെയും കാത്ത് MDയും വേപ്പൂർ സുൽത്താൻ്റെയൊക്കെ പുസ്തകങ്ങൾ വായനയുടെ ലോകത്തേക്ക് എൻ്റെ ചിന്തകളെ കൊണ്ടുപോയി. ഞാൻ 2008 കാസർഗോഡ് ത്രിവേണി കോളേജിൽ പഠിക്കുമ്പോൾ കാസർഗോഡ് ടൗൺ ഹാളിനടുത്തുള്ള 2 ലൈബ്രറിയിലും ഞാൻ മെമ്പർഷിപ്പ് എടുത്തിരുന്നു. ഞാൻ കോളേജിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ പോയത് മഹാത്മാഗാന്ധി ലൈബ്രറിയിലേക്കായിരുന്നു. വായനയുടെ ആനന്ദം തലക്ക് പിടിച്ച് MDയുടെ മഞ്ഞ്, കാലം, രണ്ടാമൂഴം, വേപ്പൂർ സുൽത്താൻ്റെ ബാല്യകാല സഖി, ശബ്ദം, മാന്ത്രിക പൂച്ച, പ്രേമലേഖനം, MDയുടെയും വേപ്പൂർ സുൽത്താൻ്റെയൊക്കെ നോവലുകളും കഥകളും വായിച്ച് അക്ഷരങ്ങളുടെ ലോകത്ത് വിസ്മയിച്ചു നിന്നു ഞാൻ. എൻ്റെ പ്രിയപ്പെട്ട അക്ഷരങ്ങളെ താലോലിച്ച സൂഫികൾ, അവർ എന്നെ പല മായാലോകത്തേക്കും കൊണ്ടുപോയി. ആനന്ദം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ കാലഘട്ടത്തിലെ കുട്ടികൾ അവർ ഡിജിറ്റൽ യുഗത്തിൻ്റെ പിറകിലാണ്. കാഴ്ചയുടെ മായാലോകത്താണ് ന്യൂജൻ ആനന്ദം കണ്ടെത്തുന്നത്. പച്ചയായ പുസ്തക വായന മനസ്സിനും ശരീരത്തിനും ഒരുമിച്ച് ആനന്ദം നൽകുന്നു. ഇപ്പോഴുള്ള കുട്ടികളുടെ പെട്ടെന്നുള്ള എടുത്തുചാട്ടം, അമിതമായ വൈകാരിക പ്രകടനം, ഇതൊക്കെ ആനന്ദിച്ചുള്ള പുസ്തക വായനയുടെ അഭാവമാണ്. നമ്മുടെ പ്രിയപ്പെട്ട MDയും വേപ്പൂർ സുൽത്താനുമൊക്കെ അക്ഷരങ്ങളുടെ മായാലോകം നമുക്ക് സമ്മാനിച്ച യാത്രയായി. കാലം വ്യത്യസ്തമായ വഴികൾ നമുക്ക് തുറന്നിടും. ആ വഴിയിലൂടെ സാഹിത്യ വിപ്ലവം തീർത്ത് കാലത്തിനോടൊപ്പം നമുക്ക് മുന്നേറാം.